തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴ താഴെ ഓന്തുപച്ച ജംഗ്ഷന് സമീപം ഇന്നലെ ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ചോഴിയക്കോട് നിന്നും കുളത്തൂപ്പുഴയിലേക്ക് പോയ കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. കനത്ത മഴയിൽ സമീപത്തെ ഇടറോഡിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളത്തോടൊപ്പം വന്ന ചെളിയും മണ്ണുമാണ് അപകടത്തിനിടയാക്കിയത്. മണ്ണിൽ കയറിയ കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ പതിക്കുകയായിരുന്നു. മരത്തിലിടിച്ച് കാർ നിന്നതിനാലും അപകട സമയത്ത് പാതയിലൂടെ മറ്റു വാഹനങ്ങൾ വരാതിരുന്നതിനാലും വലിയ അപകടം ഒഴിവായി. മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിച്ച ഓടകൾ മണ്ണും ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞതിനാൽ മഴവെള്ളം ശരിയായ രീതിയിൽ ഒഴുകിപ്പോകാത്തതാണ് മണ്ണും ചെളിയും റോഡിലേക്ക് എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഓടകൾ വൃത്തിയാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഉച്ചതിരിഞ്ഞ് മലയോര ഹൈവേയിൽ മടത്തറയിൽ നിന്നും കുളത്തൂപ്പുഴത്തേക്ക് പോകുന്ന വഴിയിൽ ഓന്തുവച്ച എന്ന പ്രദേശത്ത് കഴിഞ്ഞ 2 ദിവസമായി പെയ്ത മഴയിൽ ഒലിച്ചിറങ്ങി വന്ന ചരലുകൾ കുന്നുകൂടി റോഡിൽ കെട്ടിക്കിടക്കുകയാണ്. ഒരു 4 വീൽ വാഹനം ഒരു കാറിൽ ഫാമിലിയായിട്ട് വന്നവർ ആ ചരലിൽ കയറുകയും നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് താഴ്ചയിലേക്ക് മറിയുകയുമാണ് സംഭവിച്ചത്. അശാസ്ത്രീയമായ രീതിയിൽ ഹൈവേ ഓടകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അശാസ്ത്രീയമായ രീതിയിലാണ് ഓടകൾ നിർമ്മിച്ചിരിക്കുന്നത്. റോഡിൽ കൂടി ഒഴുകി വരുന്ന വെള്ളമോ മറ്റു കുന്നുകളിൽ കൂടി ഒഴുകി വരുന്ന വെള്ളമോ ഒന്നും തന്നെ ഓടയിൽ എത്താറില്ല. അതുപോലെ തന്നെ ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിയിട്ടുള്ള പല പോസ്റ്റുകളും പഴയ സിമൻറ്റ് പോസ്റ്റുകളും അലക്ഷ്യമായ രീതിയിൽ റോഡിൻ്റെ പല സ്ഥലങ്ങളിലും എത്തിയിരിക്കുകയാണ്. അതും അപകടത്തിന് കാരണമാകുന്നത്. ഈ രീതിയിൽ ഹൈവേയിൽ മണ്ണുകൾ കൂടി കിടക്കുന്നത് 4 വീൽ യാത്രക്കാർക്കും അതുപോലെ 2 വീലർ യാത്രക്കാർക്കും വളരെ രീതിയിൽ അപകടകരമായ രീതിയിലാണ് കുന്ന് ആയി ഒരു ബമ്പ് പോലെ നിലനിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. നാട്ടുവാർത്ത, മടത്തറ.